പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ധനതത്വശാസ്ത്രം അഥവാ എക്കണോമിക്സിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ കുറെ സിലബസിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെ പഠിക്കേണ്ടതെന്നല്ല നമ്മൾ പറയുക. ഓരോ കാറ്റഗറിയിലും പറയുന്നതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് എന്താണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എന്നൊരു കാറ്റഗറിയിൽ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് നിലവിലെ ധനനയം എന്താണ്, ദേശീയ വരുമാനം കണക്കാക്കുന്ന ചരിത്രമുണ്ട്. ആദ്യമായി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയത്, ശാസ്ത്രീയമായി കണക്കാക്കിയത്, അല്ലെ? ഇന്ത്യയുടെ സ്ഥിതിവിവര കണക്ക് തയ്യാറാക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ്, CSO തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഫോക്കസ് ചെയ്യണം. പഞ്ചവത്സര പദ്ധതികളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ പഞ്ചവത്സര പദ്ധതികളുടെയും പ്രധാന ലക്ഷ്യം എന്താണ്. ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും പ്രധാന ലക്ഷ്യം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പ്രധാന ലക്ഷ്യം പഠിക്കണം. പിന്നെ മാതൃക, പിന്നെ വളർച്ചാ നിരക്ക്. വളർച്ചാ നിരക്ക് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് നമ്പർ ഉണ്ടാവും. ഒന്ന് ലക്ഷ്യം വെച്ച വളർച്ച, ആ ഡെസിമൽ നമ്പർ അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, ഇപ്പോ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഇത്ര ശതമാനം ലക്ഷ്യം വെച്ചു, 2.4 ലക്ഷ്യം വെച്ചു, 3.6 കിട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ. സാധാരണ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ അതിനകത്ത് ഇന്ന സ്കീം ആരംഭിച്ചു എന്നൊക്കെ ഉണ്ടാവും. അത് വലിയ പ്രാധാന്യം ഇല്ലാത്തതാണ്. പഞ്ചവത്സര പദ്ധതിയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, 2 എന്താണ് മാതൃകയെ സ്വീകരിച്ചത്, 3 വളർച്ചാ നിരക്ക്. ഈ മൂന്ന് കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ഈ പ്രധാന ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിച്ച ആ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തെ കാര്യങ്ങൾ പഠിക്കണം. അല്ല ആ കാലഘട്ടത്തിൽ എന്തൊക്കെ ആരംഭിച്ചു എന്നല്ല, ആ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സ്കീമുകള്, പദ്ധതികള്, പ്രോഗ്രാംസ് പഠിക്കുക. മനസ്സിലായോ? ഇനി പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ മാത്രം പഠിച്ചാൽ പോരാ. പ്ലാനിംഗ് കമ്മീഷന്റെ മുൻഗാമിയുണ്ട്. ആരാണ് പ്ലാനിംഗ് കമ്മീഷന്റെ മുൻഗാമി? പോട്ടെ, പ്ലാനിംഗ് കമ്മീഷന്റെ പിൻഗാമി ആരാ? നീതി ആയോഗ്, അല്ലെ? ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയിലാണ് രൂപീകരിക്കുക, ശരിയല്ലേ? ഈ പ്ലാനിംഗ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് 1938 INCയുടെ നേതൃത്വത്തിൽ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് പഠിക്കണം. സ്വതന്ത്ര ഇന്ത്യയില് പ്ലാനിംഗ് കമ്മീഷനാണ് പദ്ധതികൾ ആവിഷ്കരിക്കുക. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയില് കുറെ പദ്ധതികൾ അതിനു മുമ്പുണ്ടായിരുന്നു. ആ പദ്ധതി ആരംഭിച്ചതാര്, എവിടെ നടപ്പിലാക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായി പ്ലാനിംഗ് എന്ന വിഭാഗത്തിനകത്ത് പഠിച്ചുറപ്പിച്ചിരിക്കണം. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇട്ടാവ പ്രോജക്റ്റ്, അതുപോലെ തന്നെ ഗാന്ധിയൻ പദ്ധതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന കാറ്റഗറിയിൽ പഠിക്കണം. ആ പ്ലാനിംഗ് എന്ന രീതിയിലേക്ക് പഠിച്ചതിന് ശേഷം പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. പ്ലാനിംഗ് കമ്മീഷൻ നിലവിലില്ല, അതിന് പകരം വന്നതാണ് നീതി ആയോഗ്, അല്ലെ? ഈ പ്ലാനിംഗ് കമ്മീഷനെ കൂടാതെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, അല്ലെ? അപ്പോ പ്ലാനിംഗ് കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുക. അതിന് അന്തിമ അനുമതി നൽകുന്നതും അത് എത്രത്തോളം ഫലവത്തായി എന്ന് പരിശോധിക്കുന്നതും നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്. ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ സിലബസിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇല്ല, ശരിയാണ്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷനുമായി അനുബന്ധ വിഭാഗമാണ്, അതുകൊണ്ട് അത് ഉറപ്പായിട്ടും പഠിക്കുക. ഓക്കെ, അത് ഒരുമിച്ച് തീരും. ഇനി നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം 1991 വിദേശ നാണ്യത്തിൽ ഇടിവുണ്ടായ കാര്യം, അതേ തുടർന്ന് ലോകബാങ്കിനോട് വായ്പ ചോദിച്ചപ്പോൾ ഉദാരവൽക്കരണം നടപ്പിലാക്കിയാൽ ലോകബാങ്ക് വായ്പ നൽകാമെന്ന് പറഞ്ഞു. അത് പ്രകാരം ഇന്ത്യയിലെ ഭരണാധികാരികൾ തുടക്കം കുറിച്ചതാണ് LPG എന്നറിയപ്പെടുന്ന നവസാമ്പത്തിക പരിഷ്കാരം.
ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പുത്തൻ സാമ്പത്തിക നയം 1991 തീരുമാനിച്ചു, 1992 മുതൽ നടപ്പിലാക്കി. ആ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി. പക്ഷേ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടാകാനുള്ള കാരണം കൃത്യമായി പഠിച്ചു വെക്കണം. 91 വിദേശ നാണ്യ വിനിമയ നിരക്ക് കുറഞ്ഞു പോയത്. ഇനി ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ ബാങ്കുകളെ കുറിച്ച് പഠിക്കണം. ബാങ്കുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നിലവിലുള്ള പ്രധാനപ്പെട്ട ദേശസാൽകൃത ബാങ്കുകൾ ഏതൊക്കെയാണ്, അവയുടെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം നമ്മുടെ പീസ് പലപ്പോഴും ചോദിക്കാം. ദേശസാൽകൃത ബാങ്കുകൾ, അവയുടെ ആസ്ഥാനം. പിന്നെ പ്രധാനപ്പെട്ട വാണിജ്യ ബാങ്കുകൾ, അവയുടെ പ്രത്യേകത. ഈ മോഡേൺ ടെക്നോളജി ആദ്യമായിട്ട് എന്താ പറയുക, കസ്റ്റമർ സർവീസിന് റോബോട്ടിക്സിന് ആരംഭിച്ചത്, ബാങ്കിൽ റോബോട്ടിനെ നിയമിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് വളരെ സിമ്പിൾ എന്ന് വിചാരിക്കും. പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാധാന്യത്തോടെ അതാണ് ചോദിക്കുക. ക്ലിയർ അല്ലേ? ഇനി ഈ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ്, ആർ ബി ഐയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ പഠിക്കുക? റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ, അല്ലെ? റിവേഴ്സ് റിപ്പോ, SLR, അല്ലെ? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, CRR തുടങ്ങിയ ഫാക്സുകളുണ്ട്. അത് മനസ്സിലാക്കി പഠിക്കണം. റിപ്പോ റേറ്റ് നിങ്ങൾ മനസ്സിലായി എങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പാടുള്ളൂ, എങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. ആർ ബി ഐയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇത്രയും പഠിക്കും. പിന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ, ബാങ്കിങ് ബോർഡ്, PSC ഈ റീസെന്റായി ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ ഇതാണ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ളത്. ഇനി റിപ്പോ റേറ്റ് പഠിക്കുമ്പോഴും, റിവേഴ്സ് റിപ്പോ റേറ്റ് പഠിക്കുമ്പോഴും, SLR പഠിക്കുമ്പോഴും, CRR പഠിക്കുമ്പോഴും നിങ്ങളവിടെ ആ നമ്പർ ഇപ്പൊ നിലവില് എത്ര ശതമാനമാണെന്ന് പഠിക്കണം. അത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, കറണ്ട് അഫയർ പഠിക്കുന്ന സാഹചര്യത്തിൽ പരീക്ഷയ്ക്ക് മുമ്പ്, ഒരാഴ്ച മുമ്പ് നിങ്ങൾ അത് സെർച്ച് ചെയ്തിട്ട് അപ്പൊ പഠിച്ചാൽ മതി. ആ നമ്പർ പഠിക്കുന്നത് ഇപ്പൊ എത്ര ശതമാനമാണ്. കാരണം ഓരോ 3 മാസത്തിൽ ഒരിക്കലും ഇത് മാറും, നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലെ? അപ്പോ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് നോക്കുക, ഇതാണ് ശരി, പോയി അത് എഴുതുക, അത്രയേ ഉള്ളൂ. ക്ലിയർ? പിന്നെ കാർഷിക വിളകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് നെല്ല്, പിന്നെ ഗോതമ്പ്, പിന്നെ നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, പിന്നെ പറ ചോളമുണ്ട്. ഇന്ത്യയിലെ 1-ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള നെല്ലാണ്, 2-ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഗോതമ്പാണ്, 3-ാം സ്ഥാനത്ത് ചോളമാണ്. അത് കഴിഞ്ഞിട്ട് ബാർലി, കരിമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇവയൊക്കെ പഠിക്കുമ്പോൾ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. നെൽകൃഷിക്ക് ആവശ്യമായ മഴയുടെ അളവ് എത്ര, ടെമ്പറേച്ചർ, താപനിലയുടെ അളവ് എത്ര, ഇങ്ങനെയാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നെൽകൃഷിക്ക് അനുയോജ്യമായ മഴയുടെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? എനി ഐഡിയ? 150 സെന്റിമീറ്റർ മുതൽ 300 സെന്റിമീറ്റർ വരെ ഒരു വർഷത്തിൽ. താപനില എന്ന് പറയുന്നത് 20 മുതൽ 26 വരെ. 20 മുതൽ 26 വരെ. ഇനി ഗോതമ്പിനാണെങ്കിൽ മഴ 75 സെന്റിമീറ്റർ മതി, താപനിലയോ 10 മുതൽ 26 വരെ. ഈ ഒരു നമ്പറാണ് ചോദിക്കുക. സെക്കൻഡറി ഫോക്കസ് ചെയ്യേണ്ടത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാണ് ഉത്പാദിപ്പിക്കുക, ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുക. തേർഡ് കാറ്റഗറി അനുയോജ്യമായ മണ്ണ്, പിന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. തീർന്നു. ഈ 3 കാറ്റഗറി മാത്രം ഓർമ്മിച്ചാൽ മതി. പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ്. കാരണം ഏത് ക്വസ്റ്റ്യൻ ആണ് PSC ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഫോക്കസ് ഏരിയ നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? അതുപോലെ ധാതുക്കൾ പഠിക്കുമ്പോൾ ധാതുക്കളില് ഏറ്റവും പ്രധാനമായി നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ധാതുക്കള്, അത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്, പ്രധാനപ്പെട്ട ധാതു ഖനികൾ മതി. ഹരിത വിപ്ലവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ലോകത്ത് ആദ്യമായി ഹരിത വിപ്ലവം തുടക്കം കുറിക്കപ്പെടുന്ന 1960-കൾ തൊട്ട് പറയണം. ഹരിത വിപ്ലവം എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചതാര്, ആശയം ഉപയോഗിച്ചതാര്, അല്ലെ? ലോകത്ത് ആദ്യമായി മെക്സിക്കോയിലാണ് ആരംഭിക്കുക, ഏഷ്യയില് ഫിലിപ്പീൻസിലാണ് ആരംഭിക്കുക, അല്ലെ? ഇന്ത്യയിൽ പഞ്ചാബിലാണ് ആരംഭിക്കുക, തുടങ്ങിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ MS സ്വാമിനാഥനെ കുറിച്ച് കൃത്യമായി പഠിച്ചുറപ്പിക്കണം. അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് അന്തരിച്ചത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഹരിത വിപ്ലവം മാത്രമല്ലേ പറഞ്ഞോളൂ സാറേ,
ധവള വിപ്ലവം പഠിക്കണോ? പഠിക്കണം. ഹരിത വിപ്ലവത്തിന്റെ അനന്തരഫലമായി കണക്കാക്കുന്ന കാര്യമാണ് ധവള വിപ്ലവം. ധവള വിപ്ലവവും വർഗീസ് കുര്യനെ കുറിച്ചും കൂടെ നിങ്ങൾ ഹരിത വിപ്ലവം പഠിക്കുമ്പോൾ അതോടൊപ്പം ചേർത്ത് പഠിക്കണം. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകല്ലേ. അപ്പൊ പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിച്ചുറപ്പിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, പ്രാധാന്യമുണ്ട്, മറക്കരുത്. പിന്നെ കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, ഇത് നിങ്ങൾക്ക് എവിടെയും പഠിക്കാനുണ്ട്. ഇന്ത്യൻ ജോഗ്രഫിക്കകത്തും പഠിക്കാനുണ്ട്. നോക്കി, ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസ് ആണ് കൃഷി, ധാതുക്കള്, വ്യവസായം. ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ജോഗ്രഫിയിലും എക്കണോമിക്സിലും വരുന്ന കോമൺ ടോപ്പിക് ആണ് ഇത്തരം കാര്യങ്ങൾ. അത് ദയവായി പഠിച്ച് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് ഈസിയാണ്. 5 മാർക്ക് സിമ്പിൾ ആയിട്ട് പോയി. ഹിസ്റ്ററിയുടെ അത്രയും പഠിക്കേണ്ട, ജോഗ്രഫിയുടെ അത്രയും പഠിക്കേണ്ട, കുറച്ച് സമയം ഒന്ന് ഫോക്കസ് ചെയ്താൽ 5 മാർക്ക് സിമ്പിൾ ആയിട്ട് പോയി. പക്ഷെ കുറച്ച് ടഫാണ്. അത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ കാണാപ്പാടം ഒഴിവാക്കുക. തുടക്കം തൊട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി വെക്കുക. സെന്റൻസ് കാണാപ്പാടം പഠിക്കരുത്, കൃത്യമായിട്ട് കിട്ടിക്കോളൂ. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ടെക്സ്റ്റ്ബുക്കിലേക്ക് വരിക. ഇപ്പൊ നിലവിൽ ഓഫർ ഉണ്ട്. മാർച്ച് 28 ആരംഭിച്ച ഓഫറാണ്. മാർച്ച് 30-31 വരെ ഉണ്ട്. ഓക്കെ, എന്താണ് ഓഫർ? ഇപ്പൊ നിലവില് ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമിൽ ഡിഗ്രി ലെവൽ കോഴ്സും 10th ലെവൽ കോഴ്സും ഒക്കെ ഉണ്ട്. ഈ ഡിഗ്രി ലെവൽ കോഴ്സ് നിലവിൽ 2 കോഴ്സാണ് ഉള്ളത്. ഒന്ന് റിവിഷൻ കോഴ്സ്, അവസാനപ്പെട്ട റിവിഷന്. 2 കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന മറ്റൊരു കോഴ്സ് റണ്ണിങ്ങിലാണ്. ഈ 2 കോഴ്സും നിങ്ങൾക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം. എത്ര രൂപയ്ക്ക്? 1399 രൂപയ്ക്ക്. കംപ്ലീറ്റഡ് കോഴ്സും റിവിഷൻ കോഴ്സും ഒരുമിച്ച് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 1399 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഇനി 10th ലെവലാണ് ഫോക്കസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കേവലം 698 രൂപയ്ക്ക് റിവിഷൻ കോഴ്സും അതോടൊപ്പം കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന കോഴ്സും കേവലം 698 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. 18 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. ഒരു ദിവസത്തേക്ക് 1 രൂപ പോലും ആകുന്നില്ല എന്നതാണ് വസ്തുത. ശരിയല്ലേ? ഇനി നമ്മൾ പറയുന്നു GK മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 698 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് മലയാളം കോഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 349 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. കറണ്ട് അഫയേഴ്സ് കോഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 279 രൂപയ്ക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാം. ഈ മലയാളം ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഈ കംപ്ലീറ്റഡ് കോഴ്സിൽ വരുന്നതാണ്. അത് ഡിഗ്രി ലെവൽ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ 10th ലെവൽ ആണെങ്കിലും ശരി. അപ്പോൾ സാധിക്കുന്നവര് പരമാവധി 10th ലെവലോ ഡിഗ്രി ലെവലോ പർച്ചേസ് ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് മെച്ചമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് പറഞ്ഞാലും അവസാനം ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ടൊക്കെ പ്രയോജനപ്പെടുത്താമല്ലോ. കേട്ടോ? സാധിക്കുന്നവര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യുക. ഈ ഒരു ഓഫർ ലിമിറ്റഡ് പീരീഡിലാണ്, ലിമിറ്റഡ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക്, കോഴ്സിന്റെ ലിങ്ക്, ഡെമോ വീഡിയോസ് ഒക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേട്ടോ? സാധിക്കുന്നവർ പ്രയോജനപ്പെടുത്തുക. എത്രയും പെട്ടെന്ന് പഠിച്ചുറപ്പിച്ച് മുന്നോട്ട് പോവുക. ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർവേശ്വരൻ നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ.